നമസ്കാരം ഫ്രണ്ട്സ്, എല്ലാവർക്കും റീസ്റ്റാർട്ട് പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ നാളത്തെ എക്സാമിന് വേണ്ടിയിട്ടുള്ള, അതായത് നാളത്തെ സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിലെ IT നിയമങ്ങൾ എന്ന ഭാഗത്ത് നിന്നുള്ള കുറച്ചധികം ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയ്ക്ക് പുറമെ മറ്റ് പരീക്ഷകളിലെയും സ്പെഷ്യൽ ടോപ്പിക്കുകളിലൊക്കെ കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ് ഈ IT നിയമം എന്നത്. അപ്പോൾ അത് അത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. IT നിയമത്തിലെ 66-ാം വകുപ്പ് എന്തിനെ വിശദീകരിക്കുന്നു? കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളാണ്. IT നിയമത്തിലെ 66-ാം വകുപ്പ് എന്തിനെ വിശദീകരിക്കുന്നു? കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ. ദെൻ IT നിയമത്തിലെ 66E വകുപ്പ് ഏത് സൈബർ കുറ്റകൃത്യത്തെക്കുറിച്ച് പറയുന്നു? സ്വകാര്യതാ ലംഘനമാണ്. IT നിയമത്തിലെ 66E വകുപ്പ് ഏത് സൈബർ കുറ്റകൃത്യത്തെക്കുറിച്ച് പറയുന്നു? സ്വകാര്യതാ ലംഘനം. ദെൻ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് കേടുപാടുകൾ മനഃപൂർവ്വം വരുത്തിയാൽ IT നിയമത്തിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് നഷ്ടപരിഹാരം നൽകുന്നത്? സെക്ഷൻ 43. ദെൻ IT നിയമത്തിലെ 66A വകുപ്പ് എന്തിനെക്കുറിച്ച് പറയുന്നു? സൈബർ ഇടത്തിൽ അപകടകരമായ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെ പറ്റിയാണ് 66A പറയുന്നത്. ദെൻ IT നിയമ ഭേദഗതി നിലവിൽ വന്ന വർഷം 2008. ദെൻ IT നിയമം 43A വകുപ്പ് പ്രകാരം നഷ്ടപരിഹാര തുകയുടെ പരിധി എത്രയാണ്? 5 കോടി രൂപയാണ്. ദെൻ IT നിയമത്തിലെ 66C വകുപ്പ് പ്രകാരം പിഴത്തുക എത്രയാണ്? 1 ലക്ഷം രൂപ വരെയാണ്. ദെൻ ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വഞ്ചന നടത്തുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് സെക്ഷൻ 66D ഓഫ് IT ആക്ട്. ദെൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇന്ത്യയുടെ സുരക്ഷയ്ക്കോ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിനോ ഭീഷണി ഉണ്ടാക്കുന്നത് കുറ്റകരമാണെന്ന് വിശദീകരിച്ചിരിക്കുന്ന IT നിയമവകുപ്പ് സെക്ഷൻ 66F ആണ്. ദെൻ IT നിയമപ്രകാരം 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റങ്ങൾ ജാമ്യം ലഭിക്കാവുന്നവയാണെന്ന് വിശദീകരിക്കുന്ന വകുപ്പ് സെക്ഷൻ 77B. IT നിയമപ്രകാരം 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ജാമ്യം ലഭിക്കാവുന്നവയാണെന്ന് വിശദീകരിക്കുന്ന വകുപ്പ് സെക്ഷൻ 77B ആണ്. സെക്ഷൻ 77B. ദെൻ IT നിയമത്തിലെ ഏത് വകുപ്പ് പ്രകാരമാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ അധികാരമുള്ളത്? സെക്ഷൻ 78 ആണ്. സെക്ഷൻ 78. ദെൻ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റലായി നിർമ്മിക്കുന്നതോ പ്രൊമോട്ട് ചെയ്യുന്നതോ കുറ്റകരമാണെന്ന് പറഞ്ഞിരിക്കുന്ന IT നിയമവകുപ്പ് സെക്ഷൻ 67B ആണ്. കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റലായി നിർമ്മിക്കുന്നതോ പ്രൊമോട്ട് ചെയ്യുന്നതോ കുറ്റകരമാണെന്ന് പറഞ്ഞിരിക്കുന്ന IT നിയമം സെക്ഷൻ 67B. ദെൻ പോലീസ് ഉദ്യോഗസ്ഥന് സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ അധികാരമുണ്ടെന്ന് വിശദീകരിക്കുന്ന IT നിയമം സെക്ഷൻ 78 ആണ്. പോലീസ് ഉദ്യോഗസ്ഥന് സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കാൻ അധികാരമുണ്ടെന്ന് വിശദീകരിക്കുന്ന IT നിയമവകുപ്പ് സെക്ഷൻ 78 ആണ്. സെക്ഷൻ 78. അടുത്ത ചോദ്യം, നിയമവും കമ്പ്യൂട്ടർ സയൻസും യോജിപ്പിച്ച് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങൾ, നെറ്റ്വർക്കുകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ ഇവയിൽ നിന്നുള്ള വിവരങ്ങൾ വിശകലനം നടത്തി കോടതിക്ക് തെളിവ് നൽകുന്ന ശാസ്ത്രശാഖ ഏത്? സൈബർ ഫോറൻസിക് ആണ്. സൈബർ ഫോറൻസിക്. ദെൻ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവരസാങ്കേതിക രംഗത്തെ കുറ്റകൃത്യങ്ങളെ വിശകലനം നടത്തി കുറ്റവാളിയെ കണ്ടെത്തുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? സൈബർ ഫോറൻസിക് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സൈബർ ഫോറൻസിക്. ദെൻ ശേഖരിച്ച തെളിവുകളുടെ സത്യസന്ധതയെ സംരക്ഷിക്കുന്ന വിധത്തിൽ ഡേറ്റ വിശകലനം ചെയ്ത് നിയമാനുസരണം ഫലപ്രദമായി ഉപയോഗിക്കൽ എന്തിൻ്റെ ലക്ഷ്യമാണ്? കമ്പ്യൂട്ടർ ഫോറൻസിക്കിൻ്റെ ലക്ഷ്യമാണ്. ശേഖരിച്ച തെളിവുകളുടെ സത്യസന്ധതയെ സംരക്ഷിക്കുന്ന വിധത്തിൽ ഡേറ്റ വിശകലനം ചെയ്ത് നിയമാനുസരണം ഫലപ്രദമായി ഉപയോഗിക്കൽ എന്തിൻ്റെ ലക്ഷ്യമാണ്? കമ്പ്യൂട്ടർ ഫോറൻസിക്കിൻ്റെ ലക്ഷ്യമാണ്. ദെൻ കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺ, ഇൻ്റർനെറ്റ് തുടങ്ങിയ ആധുനിക വിവര വ്യൂഹങ്ങളുടെ സഹായത്താൽ നടക്കുന്ന
നടത്തുന്ന നിയമവിരുദ്ധ പ്രവർത്തനങ്ങളേവ സൈബർ കുറ്റകൃത്യങ്ങളാണ്. ദെൻ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഉദാഹരണങ്ങളേവ സ്വകാര്യതയെ ഹനിക്കുകയോ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യുന്ന സന്ദേശങ്ങൾ, ചിത്രങ്ങൾ, വ്യാജ സന്ദേശങ്ങൾ, ദേശസുരക്ഷയെ ഹനിക്കൽ എന്നിവയൊക്കെ സൈബർ കുറ്റകൃത്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ദെൻ ദുരുദ്ദേശത്തോടെ കമ്പ്യൂട്ടറിലോ കമ്പ്യൂട്ടർ ശൃംഖലയിലോ അതിക്രമിച്ചു കയറി അതിലെ വിവരങ്ങൾ താറുമാറാക്കുന്ന ദുഷ്പ്രവൃത്തിയേത്? ക്രാക്കിംഗ് ആണ്. ക്രാക്കിംഗ്. ദെൻ സോഫ്റ്റ്വെയറുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെയുമെല്ലാം ആഴത്തിൽ പരിശോധിച്ച് ഗുണപരമായ രീതിയിൽ മാറ്റം വരുത്തുന്നത് എന്താണ്? ഹാക്കിംഗ് ആണ്. ഹാക്കിംഗ്. ദെൻ പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന തട്ടിപ്പേത്? ഫിഷിംഗ് ആണ്. ഫിഷിംഗ്. ദെൻ ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവർത്തനമേത്? സൈബർ സ്ക്വാട്ടിംഗ് ആണ്. ഔദ്യോഗിക വെബ്സൈറ്റ് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്ന പ്രവർത്തനമേത്? സൈബർ സ്ക്വാട്ടിംഗ്. ദെൻ ഇൻ്റർനെറ്റിലൂടെ അശ്ലീല ചിത്രങ്ങളും മറ്റും പ്രദർശിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമേത്? പോണോഗ്രഫിയാണ്. ദെൻ ദേശസുരക്ഷ, രാജ്യത്തിൻ്റെ ഏകത, പരമാധികാരം എന്നിവയ്ക്കെതിരെ സൈബർ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം സൈബർ ടെററിസമാണ്. സൈബർ ടെററിസം. ദെൻ കമ്പ്യൂട്ടറും സെർവറുകളും കമ്പ്യൂട്ടർ നെറ്റ്വർക്കുകൾ, ഇലക്ട്രോണിക് രൂപത്തിലെ ഡേറ്റയും വിവരങ്ങളും എന്നിവയുടെ ഉപയോഗത്തെ നിയന്ത്രിക്കാനുള്ള ഭാരത സർക്കാരിൻ്റെ നിയമം വിവരസാങ്കേതിക വിദ്യാ നിയമം 2000, അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000. ദെൻ നെറ്റ്വർക്ക് സേവനദാതാവിൻ്റെ ബാധ്യതകൾ, ആധികാരികത വരുത്തൽ, ഡിജിറ്റൽ ഒപ്പ്, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ വശങ്ങൾ പരാമർശിക്കുന്ന നിയമമേത്? വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. ദെൻ ഇലക്ട്രോണിക് ഡേറ്റ കൈമാറ്റത്തിലൂടെയുള്ള ഇടപാടുകൾക്കും മറ്റും ഇലക്ട്രോണിക് ആശയവിനിമയ രീതികൾക്കും അംഗീകാരം നൽകുന്ന ഇന്ത്യയിലെ നിയമം വിവരസാങ്കേതിക വിദ്യാ നിയമം 2000. ദെൻ പേപ്പർ ഉപയോഗിച്ചുള്ള ആശയവിനിമയത്തിന് പകരമുള്ള മാർഗങ്ങൾ നൽകുകയും ഏജൻസികളുടെ രേഖകൾ ഇലക്ട്രോണിക്കായി ഫയൽ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്ന നിയമം IT ആക്ട് 2000. ദെൻ ഇലക്ട്രോണിക് ആശയവിനിമയത്തിന് നിയമപ്രാബല്യം നൽകുകയും ഇന്ത്യയിലെ വാണിജ്യത്തിന് നിയമപരമായി അടിത്തറയൊരുക്കാൻ ലക്ഷ്യമിടുകയും ചെയ്യുന്ന നിയമം സെയിമാണ് IT ആക്ട് 2000. ദെൻ IT വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുക, വാണിജ്യം നിയന്ത്രിക്കുക, ഭരണത്തിന് സൗകര്യമൊരുക്കുക, സൈബർ കുറ്റങ്ങൾ തടയുക എന്നീ ലക്ഷ്യങ്ങളോടെ രൂപം നൽകിയ നിയമം IT ആക്ട് 2000. ദെൻ ഇന്ത്യയിൽ വിവരസാങ്കേതിക വിദ്യാ നിയമം IT ആക്ട് നിലവിൽ വന്ന വർഷം 2000 ഒക്ടോബർ 17. 2000 ഒക്ടോബർ 17. ദെൻ വിവരസാങ്കേതിക വിദ്യാ നിയമം പാർലമെൻറ്റ് ഭേദഗതി നടത്തിയ വർഷം 2008. 2008. ദെൻ ഇന്ത്യയിലെ വിവരസാങ്കേതിക വിദ്യാ നിയമത്തിലെ ഭേദഗതി പ്രാബല്യത്തിലായത് എന്ന് 2009 ഒക്ടോബറിലാണ്. 2009 ഒക്ടോബർ. ദെൻ സൈബർ കുറ്റങ്ങളെപ്പറ്റി പ്രത്യേകം പ്രതിപാദിക്കുന്ന IT ആക്ടിലെ ഭാഗങ്ങളേവ? വകുപ്പ് 65 മുതൽ 74 വരെയാണ്. വകുപ്പ് 65 മുതൽ 74 വരെ. ദെൻ കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുന്നത് കുറ്റകരമാക്കുന്ന IT ആക്ടിലെ വകുപ്പ് 65. ദെൻ കമ്പ്യൂട്ടറിൻ്റെ സോഴ്സ് കോഡിൽ നാശം വരുത്തുന്നതിനുള്ള ശിക്ഷ എന്ത്? 2 ലക്ഷം രൂപ വരെ പിഴയോ 3 വർഷം തടവോ രണ്ടും കൂടിയോ ലഭിക്കാം. 2 ലക്ഷം രൂപ വരെയോ 3 വർഷം തടവോ രണ്ടും കൂടിയോ ലഭിക്കാം. ദെൻ IT ആക്ടിൻ്റെ വകുപ്പ് 66ൻ്റെ പ്രാധാന്യം കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റങ്ങളാണ്. വകുപ്പ് 66. ദെൻ കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾക്കുള്ള ശിക്ഷ എന്ത്? 5 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയോ ലഭിക്കാം. ദെൻ മോഷ്ടിച്ച കമ്പ്യൂട്ടറും ആശയവിനിമയ സംവിധാനങ്ങളും വാങ്ങുന്നത് കുറ്റകരമാക്കുന്ന IT ആക്ടിലെ വകുപ്പ് 66B. വകുപ്പ് 66B. ദെൻ മോഷ്ടിച്ച കമ്പ്യൂട്ടർ, ആശയവിനിമയ സംവിധാനം ഇവ വാങ്ങുന്നതിനുള്ള ശിക്ഷ എന്ത്? 1 ലക്ഷം രൂപ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയോ ആണ് ലഭിക്കാവുന്നത്. ദെൻ ഐഡൻറ്റിറ്റി മോഷണം നടത്തുന്നത് കുറ്റകരമാക്കുന്ന IT ആക്ടിലെ വകുപ്പ്
വകുപ്പ് 66C. വകുപ്പ് 66C. ദെൻ ഐഡൻറ്റിറ്റി മോഷണത്തിന് IT ആക്ടിലുള്ള ശിക്ഷ എന്ത്? 1,00,000 രൂപ പിഴയോ 3 വർഷം വരെ തടവോ ആണ് ഐഡൻറ്റിറ്റി മോഷണത്തിന് IT ആക്ടിലെ ശിക്ഷ. ദെൻ കമ്പ്യൂട്ടർ ഉപാധികൾ ഉപയോഗിച്ച് ആൾമാറാട്ടം നടത്തി വഞ്ചിക്കുന്നത് കുറ്റകരമാക്കുന്ന IT ആക്ടിലെ വകുപ്പ് 66D. ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആണ്, അഥവാ ആൾമാറാട്ടം. ദെൻ വകുപ്പ് 66D പ്രകാരമുള്ള ശിക്ഷ 1,00,000 രൂപ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയോ ലഭിക്കാം. ദെൻ IT ആക്ട് വകുപ്പ് 66E കുറ്റകരമായി പ്രഖ്യാപിച്ചിട്ടുള്ളതെന്ത്? സ്വകാര്യതാ ലംഘനമാണ്. സ്വകാര്യതാ ലംഘനം, പ്രൈവസി കേട്ടോ. സ്വകാര്യതാ ലംഘനം 66E. ദെൻ സ്വകാര്യതാ ലംഘനത്തിന് IT ആക്ടിലുള്ള ശിക്ഷ എന്ത്? 2,00,000 രൂപ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയോ ലഭിക്കാം. ദെൻ 2,00,000 രൂപ പിഴയോ 3 വർഷം വരെ തടവോ രണ്ടും കൂടിയോ ലഭിക്കാം സ്വകാര്യതാ ലംഘനത്തിന് കേട്ടോ. ദെൻ സൈബർ ഭീകരത പ്രതിപാദിക്കുന്ന IT ആക്ടിലെ വകുപ്പ് 66F. സൈബർ ടെററിസം 66F. ദെൻ ജീവിതാവസാനം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന സൈബർ കുറ്റകൃത്യമാണ് സൈബർ ഭീകരത. ദെൻ ഇലക്ട്രോണിക് രീതിയിൽ അശ്ലീലം പ്രചരിപ്പിക്കുന്നത് തടയുന്ന IT വകുപ്പിലെ വകുപ്പ് ഏത്? IT ആക്ടിലെ വകുപ്പ് ഏത്? വകുപ്പ് 67. ദെൻ ഇലക്ട്രോണിക് രീതിയിൽ അശ്ലീലം പ്രചരിപ്പിക്കുന്നതിനുള്ള ശിക്ഷ 2 മുതൽ 3 വർഷം വരെ തടവും 5,00,000 രൂപ വരെ പിഴയുമാണ്. 5,00,000 രൂപ വരെ പിഴയുമാണ്. ദെൻ വകുപ്പ് 67 പ്രകാരം കുറ്റം ആവർത്തിച്ചാലുള്ള ശിക്ഷ എന്ത്? 5 വർഷം വരെ തടവും 10,00,000 രൂപ വരെ പിഴയുമാണ്. ദെൻ ഇലക്ട്രോണിക് രീതിയിൽ ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കുന്നത് തടയുന്ന IT ആക്ടിലെ വകുപ്പ് 67A. വകുപ്പ് 67A. ദെൻ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ ഡിജിറ്റലായി നിർമ്മിക്കുന്നതോ പ്രൊമോട്ട് ചെയ്യുന്നതോ കുറ്റകരമാണെന്ന് പറഞ്ഞിരിക്കുന്ന IT നിയമ വകുപ്പ് സെക്ഷൻ 67B. ദെൻ ഇലക്ട്രോണിക് രീതിയിൽ കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമം പ്രചരിപ്പിക്കുന്നത് കുറ്റകരമാക്കുന്ന IT ആക്ടിലെ വകുപ്പ് 67B. ദെൻ IT നിയമ ഭേദഗതി നിലവിൽ വന്ന വർഷം 2008. IT നിയമം 43A വകുപ്പ് പ്രകാരം നഷ്ടപരിഹാര തുകയുടെ പരിധി എത്രയാണ്? 5 കോടി രൂപയാണ്. 5 കോടി രൂപയാണ്. ദെൻ IT നിയമത്തിലെ 66 വകുപ്പ് പ്രകാരം പിഴത്തുക എത്രയാണ്? 1,00,000 രൂപ വരെയാണ്. ഒരു കമ്പ്യൂട്ടർ ഉപയോഗിച്ച് വഞ്ചന നടത്തുന്നത് കുറ്റകരമാണെന്ന് പറഞ്ഞിട്ടുള്ള വകുപ്പ് സെക്ഷൻ 66D ഓഫ് IT ആക്ട് ആണ്. ദെൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഇന്ത്യയുടെ സുരക്ഷയോ അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിനോ ഭീഷണി ഉണ്ടാക്കുന്നത് കുറ്റകരമാക്കുന്നത് 66F ആണ്. 66F. അപ്പോൾ അത്രയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. IT ആക്ടിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ IT ആക്ട് ഈ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന പരീക്ഷയ്ക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണോ അതുപോലെ തന്നെ മറ്റ് പരീക്ഷകൾക്കും സ്പെഷ്യൽ ടോപ്പിക്കുകൾ വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഇമ്പോർട്ടൻ്റ് ആണ്. 2 മുതൽ 4 മാർക്ക് വരെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ക്ലാസ് നിർബന്ധമായിട്ടും കേൾക്കാൻ ശ്രമിക്കുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.